അവർക്ക് കാണിച്ചു കൊടുക്കും. അലൽ മൗത ഫഇൻ റഅൗ ഹസനൻ ഇസ്തബ്ശറൂ വഇൻ റഅൗ സൂഅൻ ഖാലു അല്ലാഹുമ്മ റാജിഉ ബിഹി. അല്ലാഹുവേ ഖൈറിലേക്ക് മടക്കണേ ദുആരക്കും. മരിച്ചുപോയ ആളുകൾക്ക് മരിച്ചുപോയ ജീവിച്ച ആളുകളുടെ കർമ്മങ്ങളെ അല്ലാഹു കാട്ടിക്കൊടുക്കും. അങ്ങനെയൊക്കെയുണ്ട്. ഇവരുടെയിലൊക്കെ ബന്ധപ്പെടുന്ന മരിച്ചവരെയും ജീവരെയും ബന്ധപ്പെടുത്തുന്ന ഒരാളുണ്ടല്ലോ, റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ മരിച്ചിട്ടില്ലല്ലോ, നമ്മളെന്തിനാ പേടിക്കേണ്ട ആവശ്യം? മരിച്ചവരെ ആരാധിക്കാനല്ല ഈ പറയുന്നത്. പക്ഷെ മരിച്ചവർ മരിച്ചുപോയി കഴിഞ്ഞു, അവരെ കഥ കഴിഞ്ഞു, ഇനി അവർ നമ്മൾ ബന്ധമില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഉണ്ടല്ലോ. 2500 കൊല്ലം മുമ്പ് മരിച്ചു പോയ ആളല്ലേ സയ്യിദുനാ മൂസ. വെറും ഖബർ സിയാറത്ത് വെറും ആഖിറത്ത് ഓർക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മൂസാ നബിയുടെ ഖബർ സിയാറത്തിന് വേണ്ടി എന്തിനാ മുഹമ്മദ് നബി പോയത്? മക്കയിൽ മരിച്ചവരില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്രക്കിടയിൽ ധൃതി പിടിച്ചു പോകുമ്പോൾ എന്തിനാണ് അവിടെ ഒരു സിയാറത്ത് ചെയ്തത്? പോയല്ലോ, കണ്ടല്ലോ. എന്താ കണ്ടത്? റഅയ്തു മൂസ യുസല്ലി ഫീ ഖബരിഹി. ഖബറിൽ മൂസാ നബി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഖാല റസൂലുള്ളാഹി عن عمرو بن دينار قال ما من ميت الا وهو يعلم ما يكون في اهله بعده. തന്റെ ശേഷം തന്റെ കുടുംബത്തിൽ എന്താ നടന്നു എന്നൊക്കെ അല്ലാഹു തആല മരിച്ച മയ്യിത്തിനെ അറിയിച്ചു കൊടുക്കുമെന്ന് ചിന്തിക്കണം. ഇമാം മുജാഹിദിനെ തൊട്ട് രേഖപ്പെടുത്തിയ ഹദീസിൽ അസറിൽ കാണാം, ഇന്ന റജുല യുബശ്ശറു ഫീ ഖബരിഹി ബിസ്വലാഹി വലദിഹി മിൻ ബഅദിഹി. കുട്ടി നല്ലവനായി തീർന്നു എന്ന വിവരം ഖബറിന്റെ ഉള്ളിലേക്ക് വിവരം കൊടുക്കും. ഇമാം മുജാഹിദിനെ തൊട്ട് കിതാബുർ റൂഹിൽ ഇമാം മുജാഹിദിനെ തൊട്ട് റളിയല്ലാഹു അൻഹു, അദ്ദേഹം താബിഈങ്ങളിൽ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട്ട് കിതാബുർ റൂഹിൽ ഉദ്ധരിക്കുക, കുട്ടി നന്നായാൽ, മകനോ മകളോ നന്നായാൽ ഖബറിൽ കിടക്കുന്ന വാപ്പാക്ക് വിവരം കൊടുക്കും. നിങ്ങളെ മോൻ നല്ല ആളായിട്ടുണ്ട്, വലിയ ആലിമ, വലിയ സാഹിദ, വലിയ സൂഫിയ, വലിയ മുത്തഖിയ എന്ന് വിവരം കൊടുക്കും. അവർക്ക് വലിയ സന്തോഷവും ഉണ്ടാകും എന്ന്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം ഈ മരിച്ചുപോയ മനുഷ്യന്മാരും നമ്മളും തമ്മിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. വളരെ ചിന്തിക്കണം. അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കുക, അവനവൻ്റെ ഉമ്മായുടെയും ബാപ്പയുടെയും ഖബർ സിയാറത്ത് ചെയ്യുക. മാത്രമല്ല അതിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു നേട്ടമുണ്ടാവും. ഉമ്മാൻ്റെ അടുത്ത് പോവുക, ഉമ്മാനോടൊന്ന് പറയുക, ഉമ്മാൻ്റെ അടുത്ത് പോവുക, എന്നിട്ട് ഉമ്മാക്ക് സലാം പറയാ, ഉമ്മാന്റെ അടുത്ത് വെച്ച് ദുആ ചെയ്യുക. സിനിമാ നടനായി നടന്നിരുന്ന മനുഷ്യൻ അങ്ങനെ സിനിമയും സിനിമാശാലയും സിനിമാ നടനും ആയി നടന്നിരുന്നൊരു മനുഷ്യൻ, വേണ്ട ജീവിതം മുഴുവനും വേണ്ടാത്തരം ചെയ്തിരുന്നൊരു മനുഷ്യൻ ഉമ്മാന്റെ മയ്യത്തിന്റെ അരികിൽ വെച്ച് സാലിഹായ സംഭവം എന്നോട് അദ്ദേഹം നേരിട്ട് പറഞ്ഞു. പിന്നെ തെറ്റിയിട്ടില്ല. 10-20 കൊല്ലം മുമ്പ് ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചപ്പോൾ ഈ മനുഷ്യൻ ബോധമുണ്ടായി. മയ്യത്ത് ഇയാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് തോന്നുകയും ചെയ്തു, എടാ മോനെ ഞാൻ പോവാണ്, ഇപ്പോഴും നന്നായിട്ടില്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നന്നായിക്കോളാം. ഉമ്മായുടെ ഖബറിന്റെ അരികിൽ ചെന്ന്, അല്ലെങ്കിൽ ഉമ്മായുടെ മയ്യത്തിന്റെ അരികിൽ വെച്ച് നന്നായ ആളുകൾ എത്രയുണ്ട്. ഉമ്മാന്റെ ഖബറിൽ വെച്ച് നന്നായവരുണ്ട്, ഖബറിന്റെ അടുത്ത് വെച്ച് നന്നായവരുണ്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കരുത്താ എല്ലാ ആഴ്ചയും ബാപ്പ നമ്മളോട് ഓർമ്മപ്പെടുത്താറുണ്ട്, തെറ്റ് ചെയ്യരുത്. ആഴ്ചയിൽ ബാപ്പാൻ നമ്മൾ പോയി കാണുകയാണ്. അപ്പൊ ഒരു ബോധം ഉണ്ടാവും, പഠിച്ചോനെ ഈ ആഴ്ച വേണ്ടത്ര ചെയ്തിട്ടുണ്ടല്ലോ, എങ്ങനെ ബാപ്പാനെ പോയി കാണുക? അത് ബാപ്പാനെ മുഖം കാണിക്കുക, ബാപ്പാന്റെ ഖബറിന്റെ അടുക്കൽ ചെല്ലുന്നത് അങ്ങനെയാ. മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. അവർക്ക് നമ്മളെ കൊണ്ട് ശുഊറുണ്ടാവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാഹു അവർക്ക് അറിയിച്ചു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. എത്രയാള് നന്നായ ചരിത്രമുണ്ട്. ഉമ്മയുടെ മയ്യത്തിന്റെ അരികിൽ വെച്ച് നന്നായ മനുഷ്യന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാം ഉപേക്ഷിച്ചു. ഇന്ന് അദ്ദേഹം വലിയ സാഹിദ, വലിയ സൂഫിയ, വലിയ മുത്തഖിയ. എനിക്കറിയാം. ഉമ്മാന്റെ മയ്യത്തിനരികിൽ വെച്ച് നന്നായി. ഉമ്മ മോനോട് പറയും പോലെ മോനെ തോന്നി, എൻ്റെ മോനെ ഞാൻ പോവാണ്, ഈ എപ്പോഴും നന്നായിട്ടില്ലല്ലോ. അപ്പം മോന് മയ്യത്തിന് ആകുന്ന ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട, ഉമ്മയുടെ മോൻ ഇന്ന് മുതൽ നന്നാൻ പോവാണ്. നന്നാവും ചെയ്തു. ഇന്ന നാട്ടിലെ ഏറ്റവും നല്ല സാലിഹായ മനുഷ്യൻ ആ മനുഷ്യനാണ്. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അല്ലാഹു ഉമ്മാക്ക് അങ്ങനെ ഉണ്ടാവും. ബാപ്പയുടെ ഖബറിന്റെ അരികിൽ വെച്ച് നന്നായ ആളുകൾ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് നേരെ ബാപ്പയുടെ ഖബറിന്റെ അരികിൽ ചെല്ലുക, ഉമ്മയുടെ ഖബറിന്റെ അരികിൽ ചെല്ലുക. ഏതൊരു നന്മക്കും ബാപ്പ നമ്മളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. ഏത് പള്ളിയിലോ മഹല്ലിലോ ഒരു കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ ജുമാ കഴിഞ്ഞിരുന്നാൽ വന്നാൽ ബാപ്പ നമ്മളോട് പറയാറുണ്ടായിരുന്നു, കുഴപ്പത്തിൽ കൂടരുത്, പള്ളി പോയി നിസ്കരിച്ച് വരാൻ നല്ലല്ലോ, കുഴപ്പത്തിൽ കൂടരുത്.
പള്ളിയിൽ അടുത്ത ആഴ്ച ജനറൽ ബോഡി ആ തല്ലോ തല്ലല്ലാത്തോ ഒക്കെ നടക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ബാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്ത് ഒരു ബോധമുണ്ടായി. ഓ പള്ളിയിൽ നിന്ന് ഒരു അനാവശ്യത്തിന് കൂടെ ബാപ്പ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു. ബാപ്പാനെ അടുത്ത് വെച്ച് പറഞ്ഞു ഇല്ല ഞാനില്ല. അങ്ങനെ പിറ്റത്തെ വെള്ളിയാഴ്ച അവനെ കൊണ്ട് അനർത്ഥം ഉണ്ടാവില്ല. അതിനും വേണം ഒരാള്, ഒരു നിയന്ത്രണത്തിന് ഒരാള് വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുണ്ടായിരുന്നു. ബാപ്പയുടെ ഖബറിന്റെ അരികിൽ പോയി നിൽക്കാറുണ്ടായിരുന്നു. ചിന്തിക്ക്, അതൊക്കെ ഇല്ലേ? ബാപ്പയുടെ ഖബർ കാണുമ്പോ പൊട്ടിക്കരയാ, ഉമ്മയുടെ ഖബറിൽ കാണുമ്പോൾ പടച്ചവനിലേക്ക് തൗബ ചെയ്യാ. ആളുകൾ ഉണ്ടായിരുന്നു. അതിന് അവർക്ക് ഭയങ്കര ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ ഖബറിന്റെ അടുത്ത് നിന്ന് അവർക്ക് ഭയങ്കര ശക്തി കിട്ടിയിരുന്നു. ഇത് ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മളടുത്ത് എടുത്തു പോയി. കാരണം ഒരു പൂച്ച ചത്തു നമ്മളെ വീട്ടിൽ. ആ പൂച്ചയെ കൊണ്ടുപോയി കുഴിച്ചിട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ബാപ്പയെ കൊണ്ടുപോയി കുഴിച്ചിട്ടതിൽ നമ്മൾ ഇന്നൊരു പ്രാധാന്യം കാണുന്നില്ല എന്നതാണ് വിഷയം. ബാപ്പുണ്ട്, ആ കിടക്കുന്ന മണ്ണിനോട് അവർക്ക് ബന്ധമുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനെയാണ് ഇന്നൽ ഇൻസാന, അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഖബറിന്റെ അരികിൽ ചെന്ന് നിന്നാൽ ആ ഖബറിൽ നിന്ന് അയാൾക്ക് പ്രത്യേകമായ ശക്തി ലഭിക്കും. ആര് പറയാണ്? ആ മണ്ണിൽ നിന്ന് ഒരു ശക്തി അയാൾക്ക് ലഭിക്കാനുണ്ട്. ആര് പറഞ്ഞു? ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്റെ അൽ മത്വാലിബുൽ ആലിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ വകയല്ല, നിന്റെ വകയല്ല. അൽ മത്വാലിബുൽ ആലിയയിൽ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, ഒരു ഖബറിന്റെ തനിക്ക് ബന്ധപ്പെട്ട ഒരു ഖബർ അല്ലെങ്കിൽ സ്വാലിഹായ മനുഷ്യന്റെ ഖബറിന്റെ അരികിൽ നിന്നാൽ ആ മണ്ണിൽ നിന്ന് അയാൾക്കൊരു വലിയ ശക്തി കിട്ടാനുണ്ട്. അതൊരു വല്ലാത്ത സംഗതിയാണ്. വഹസലത്ത് ഇഫീറും ഫീ നഫ്സി മിൻ തിൽക തുർബാ. ഹീന ഹസല മിൻ നഫ്സി സായിരി തഅല്ലുഖ് ബിതിൽക തുർബാ. ആ മണ്ണിൽ ഒരു പ്രത്യേക ശക്തി കിട്ടാനുണ്ട്. അവിടെ പോയി നിൽക്കുക. ആ ഉമ്മാന്റെ ഓർമ്മ വന്നു എന്നെയാണ്. അപ്പൊ കരഞ്ഞു. നന്നായി. എത്ര ആൾ നന്നായി? ഉമ്മയുടെ ഖബറിൽ പോയതിന്റെ പേരിൽ എത്ര ആൾ നന്നായി? ഉമ്മയുടെ ഖബറിന്റെ അരികിൽ വെച്ചിട്ട് എത്ര ആൾ സ്വാലിഹായി? ഉമ്മ മരിച്ചത് മുതൽ എത്ര ആൾ സ്വാലിഹായി? ബാപ്പ മരിച്ചത് മുതൽ എത്ര ആൾ സ്വാലിഹായി? അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ്. എന്തുകൊണ്ട്? ആ മരിച്ചവരോട് ഒരു റൂഹിയായ തഅല്ലുഖ് നിലനിർത്തുകയും ചെയ്തു. ബാപ്പപ്പോഴും നിയന്ത്രിക്കും പോലെ തോന്നി. അങ്ങനെയാ. അതിന്റെ അപ്പുറത്തൊരു അർത്ഥമില്ല. തന്നെയാണ് അതിന്റെ അർത്ഥം. ആ മണ്ണിൽ ബാപ്പ ഉണ്ടല്ലോ, ബാപ്പയുണ്ടല്ലോ, ആ മണ്ണുമായി ബാപ്പാക്ക് ബന്ധമുണ്ടല്ലോ. അങ്ങനെയാ. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്തിന് വന്നിട്ട് തന്റെ കബള് ആ ഖബറിന്റെ മുകളിലിട്ട് ബിലാൽ. ബന്ധമുണ്ടല്ലോ, ബന്ധമുണ്ടല്ലോ, ബന്ധല്ലേ? ബന്ധമുണ്ട്. മുഗൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ബന്ധമുണ്ട്. മരിച്ചവരോട് ബന്ധല്ലേ? ഞാൻ പുണ്യനബിയെ മറവ് ചെയ്യുകയാണ്. സയ്യിദുനാ അലി ഖബറിൽ കിടത്തി. സയ്യിദുനാ അലി സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഇദാ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്യുകയാ. ഖബറിന്റെ അരികിൽ കിടത്തി. എനിക്ക് കൊടി അപ്പോഴും തീർന്നിട്ടേ ഇല്ല. ഖബറിൽ കിടത്തി. ഹബീബ റസൂലുള്ളാഹിനെ ഖബറിൽ കിടത്തി. എനിക്ക് കൊതി തീർന്നില്ല. ഇനി മണ്ണിട്ട് മൂടാൻ പോവുകയാ, ഇനി പാക്കിട്ടടച്ച് മുന്നാൻ പോവുക. ഞാൻ എന്ത് ചെയ്തു? ഖാതമി ഇലൽ ഖബരി. ഞാൻ ആരും കാണാതെ എൻ്റെ മോതിരം റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് ഇട്ടു. ആര് പറയാ? മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. ആ മുഗീറത്ത് ബിൻ ശുഅബ കോഴിക്കോട്ട് താമസിച്ചു എന്നൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് കോഴിക്കോട്ടെ ഒരു സ്ഥലത്തിന് മുഗദാർ എന്ന് പേര് വന്നതെന്ന ചരിത്രം. നിങ്ങൾ ഇവിടെ ഉണ്ടാവോ? മനസ്സിലായില്ല? കോഴിക്കോട്ട് മുഗദാർ എന്നൊരു സ്ഥലമല്ലേ? ആ സ്ഥലത്തിന് മുഗദാർ എന്ന് പേര് വരാൻ കാരണം ഈ സ്വഹാബി കോഴിക്കോട്ട് കുറച്ചാലും താമസിച്ചിട്ടുണ്ട് എന്നാണ്. മുഗദാർ, മുഗീറത്തുദ്ദാർ, മുഗീറയുടെ വീട് നിന്നിരുന്ന സ്ഥലം എന്നതുകൊണ്ട് പിന്നീട് മുഗദാർ എന്നായി. മുഗദാറിന്റെ അസ്ല് മുഗീറത്തുദ്ദാർ, മുഗീറയുടെ വീട് നിന്ന സ്ഥലം എന്നാണ് പ്രമാണം. ഒരു പ്രമാണം അങ്ങനെയാണ്. ഈ മുഗീറ പറഞ്ഞത് ഭയങ്കര സംഭവമാണ്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്യാണ്. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബറിൽ കിടത്തി. ഞാൻ ഇനി മൂടുകയാ റസൂലുള്ളാഹിനെ. എനിക്ക് അങ്ങോട്ട് പൊട്ടി. എനിക്ക് റസൂലുള്ളാഹിനെ ഒന്നും കൂടെ തൊടണം, എനിക്ക് റസൂലുള്ളാഹിനെ ഒന്നും കൂടി തൊട്ടു പോകണം. എനിക്ക് ആഗ്രഹം വന്നു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആരും കാണാതെ എന്ത് ചെയ്തു? ഫഖലതു ഖാതമി ഖാതമി. ഞാൻ ആരും കാണാതെ എൻ്റെ മോതിരം ഊരിയിട്ട് ഖബറിലേക്ക് ഇട്ടു.
മൂടാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, യാ അബൽ ഹസൻ ഖാതമി ഖാതമി, അല്ല അലിയെ എൻ്റെ മോതിരം കബർ ചാടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഇൻസിൽ ഫഹുദു, ഇറങ്ങിയിട്ട് എടുത്തോ. ഞാൻ ഇറങ്ങി. ഞാൻ ഇറങ്ങിയത് ഒന്നിനു വേണ്ടിയല്ല, ലമസ്തു യദി കഫന റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ ആ കഫനിന്റെ കൈ കൊണ്ടൊന്ന് തൊടാൻ വേണ്ടിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ബന്ധല്ലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ആരാ ചെയ്തത്? ആരാ ചെയ്തത്? മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. ഇല്ലേ ബന്ധല്ലേ? നമുക്ക് ബന്ധല്ല. ഹൃദയം മരിച്ചുപോയ മനുഷ്യന്മാരല്ലേ നമ്മൾ. നമുക്ക് എന്ത് ബന്ധ? ഹൃദയം മരിച്ചുപോയി, മനസാക്ഷിയില്ല, കോടതിയില്ല, പേടിയില്ല, ഒന്നുമില്ല, നമുക്കില്ല. നമ്മളിങ്ങനെ ഒരു തരം റോബോട്ടുകളാണ്. നമ്മളിങ്ങനെ സ്വിച്ച് ഇട്ടാൽ ചാടുന്ന ചില റോബോട്ടുകൾ മാത്രമാണ്. അത്രയേ ഉള്ളൂ. ഹൃദയം എന്നൊരു സാധനം നമുക്കൊന്നില്ല. അതാണ് സംഭവിച്ചത്. ചിന്തിക്കും. ഞാൻ എൻ്റെ മോതിരം ഊരി എന്നിട്ട്